നാടിനെ തടുക്കിയ ദുരന്തത്തിൽ സ്വന്തം കുരുന്നുകളുടെ മരണത്തിന് സാക്ഷിയായി ഒരു ഉമ്മയും ബാപ്പയും. ഇർഫാന ലോറിക്കടിയിൽ അമരുന്നത് ഉമ്മ ഫാരിഷ നേരിൽ കണ്ടപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയതായിരുന്നു നിദ ഫാത്തിമയുടെ ഉപ്പ അബ്ദുൽ സലാം. സ്കൂൾ വിട്ടാൽ ബസ് സ്റ്റോപ്പിൽ കാത്തുനിൽക്കാനായിരുന്നു ഇർഫാനയോട് ഉമ്മ പറഞ്ഞത്. ദന്ത ഡോക്ടറെ കാണണമായിരുന്നു. പക്ഷേ പതിവ് മുടക്കിയില്ല ഇർഫാന. ഉമ്മയെ കാണുന്നതുവരെ കുട്ടികൾക്കൊപ്പം നടക്കാം എന്നവൾ കരുതി. പക്ഷേ വിധി മറ്റൊന്നായി. നിയന്ത്രണം വിട്ട ലോറിക്കടിയിൽ ഇർഫാന ഞെരിഞ്ഞൊടുങ്ങിയത് ഉമ്മ നോക്കി നിൽക്കെ. കുട്ടി ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നത് കുട്ടിയുടെ അമ്മ ലൈവായിട്ട് കാണുകയാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടി അവിടെ നിന്നാൽ മതി. ഈ ഫ്രണ്ട്സിനോടുള്ള അറ്റാച്ച്മെന്റിന്റെ പേരിൽ കുറച്ചും കൂടി മുന്നിക്ക് വന്ന് അവിടെ വന്ന് ഉമ്മാന്റെ കൂടെ അങ്ങോട്ട് അനുഗമിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് കുട്ടി കൂട്ടുകാരോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് ഒരു 10 മീറ്റർ മൂവ് ചെയ്യാണ്. ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെങ്കിൽ അമ്മ ചിലപ്പോൾ മുന്നേ എത്തിയാൽ തന്നെ കുട്ടി അതിന് കഴിച്ചലാവും. അപകട വാർത്തയറിഞ്ഞാണ് അബ്ദുൽ സലാം ഓടിയെത്തിയത്. തന്റെ പൊന്നോമന നിദ ലോറിക്കടിയിൽ ഉണ്ടെന്നറിയാതെ അബ്ദുൽ സലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. ഞെട്ടലോടെ അത് സ്വന്തം മകളാണെന്നറിഞ്ഞത് മൃതദേഹം പുറത്തെടുത്തപ്പോൾ. ഈ കുട്ടിയാണോന്ന് പോലും അറിയില്ല. കാരണം ഈ മുടി ഇതിന്റെ ടയറിന്റെ അടിയിൽ കുടുങ്ങിയിട്ട് മുടി മുറിച്ചിട്ടാണ് അവളെ എടുക്കുന്നത്, പുറത്തേക്ക് എടുക്കുന്നത്. അത്രയും വിഷമകരമായ ഒരു അവസ്ഥയാണ്. അയാളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ആന്റിയോപ്ലാസ്റ്റ് ചെയ്യാനൊക്കെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ്. ഇരിക്കാൻ വീടില്ല. ഒരു ദിവസം ഓട്ടോ ഓടിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുടുംബം ജീവിക്കില്ല. 4 കുടുംബങ്ങൾക്കൊപ്പം നാടും ചങ്കുപൊട്ടിക്കരയുമ്പോൾ പൊന്നോമനകൾ സ്വന്തം കൺമുൻപിൽ പൊലിഞ്ഞതിന്റെ തീരാവേദനയിലാണ് അബ്ദുൽ സലാമും ഫാരിഷയും. മീഡിയ 1 പാലക്കാട്.